രാകേഷ്, എക്സിറ്റ് പോൾ ഫലം വന്നു. ഏകദേശം യു.ഡി.എഫ് അധികാരത്തിലെത്തും എന്നുള്ളൊരു ധാരണ ഏറെക്കുറെ കേരളത്തിൽ വന്നു കഴിഞ്ഞു. ഉം. ഇപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായി തന്നെ, ഇതിന് മുമ്പൊക്കെ തന്നെയാണെങ്കിലും യു.ഡി.എഫിൽ വന്നാൽ ആര് മന്ത്രിയാവും, മുഖ്യമന്ത്രി. ഉച്ചയ്ക്ക് രമേശ് ചെന്നിത്തല ആര് മുഖ്യമന്ത്രിയാവും, കുറച്ച് നാൾ ഇന്ന് 4-ാം തീയതി രമേശ് ചെന്നിത്തലയാവും, 5-ാം തീയതി വി ഡി സതീശനാവും, 6-ാം തീയതി കുഞ്ഞാലിക്കുട്ടിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളുകൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉം. പക്ഷേ ഇതിനത്തേക്കാളൊക്കെ ഇനിയിപ്പോൾ അത് അവർ തീരുമാനിക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാന്ന് തീരുമാനിക്കട്ടെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എൽ ഡി എഫിൽ പ്രതിപക്ഷത്തേക്ക് വന്നാൽ ആര് പ്രതിപക്ഷ നേതാവാകും, ആരാണ് അതിന് ഉള്ളത്? ചോദ്യമാണല്ലേ, അതൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ആദ്യത്തെ ഉത്തരം പിണറായി വിജയൻ തന്നെയായിരിക്കുമല്ലോ. പിണറായി ആവൂ? പിണറായി പിണറായി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ആകാതിരിക്കാൻ കാരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി. രണ്ട്, ഈ പ്രതിപക്ഷ നേതാവ്, ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ആരാകുമെന്നതിനേക്കുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്നത് ഒരു വളരെ വളരെ പണിയെടുക്കേണ്ട ഒരു പദവിയാണെന്നാണ് നമുക്കിപ്പം മനസ്സിലായിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചോയ്സ് പിണറായി വിജയൻ തന്നെയാണല്ലോ. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ കേവലം സഭയ്ക്കുള്ളിലിരുന്നിട്ട് ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യും, അല്ല സഭയ്ക്കുള്ളിൽ മാത്രം പെർഫോം ചെയ്യേണ്ട ഒരു പദവി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അതല്ല എന്നിപ്പം ഈ വി ഡി സതീശൻ ഉൾപ്പെടെ തെളിയിച്ചതുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലിയുണ്ട്. ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന അത്രയും സൗകര്യങ്ങളൊരു പ്രതിപക്ഷ നേതാവിന് കിട്ടില്ല. സ്വന്തം നിലയ്ക്ക് ഇറങ്ങണം, ഈ എല്ലായിടത്തും ഓടി നടക്കണം, അങ്ങനെ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ട് ഒരു പ്രതിപക്ഷ നേതാവിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരികാവസ്ഥകളും മറ്റും എത്രത്തോളം ഈ ഒരു പദവി ഏറ്റെടുക്കുന്നതിന് സഹായമാകുമെന്നുള്ള നമുക്കൊരു പൊതുവിലൊരു സംശയമുള്ളത് കൊണ്ടിട്ട് പിണറായി വിജയൻ ഒരു പക്ഷേ ആകാതിരിക്കാം. പിന്നെ ആര്, പിണറായി അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളതാണ് ഈ ചോദ്യത്തിലെ കൺഫ്യൂഷൻ, നമുക്ക് ഉത്തരമില്ലായ്മ. പറയാൻ ആളുണ്ട്. അതായത് റിസൾട്ട് വരുന്നതിന് മുമ്പാണെങ്കിൽ ഞാൻ കുറച്ച് പേരുകൾ പറയാം. അതിലൊന്ന് ശൈലജ ടീച്ചറുണ്ട്. ഇപ്പം നമ്മൾ പറയാണ് പ്രധാനപ്പെട്ട, അതായത് ഈ എൽ ഡി എഫ് ആണ് തിരിച്ചു വരുന്നതെങ്കിൽ ഒരു പക്ഷേ ഒരു പകുതി ടൈമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ശൈലജ ടീച്ചർ. അപ്പോൾ തീർച്ചയായും ശൈലജ ടീച്ചർ സഭയിലുണ്ടെങ്കിൽ, പിണറായി വരുന്നില്ലെങ്കിൽ ശൈലജ ടീച്ചർ തന്നെയാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. റിസൾട്ടിന്റെ മുമ്പേ എനിക്ക് ഈ കണക്കുകൾ പേരുകൾ പറയാൻ നോക്കുമ്പോഴും അതെ 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 അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഈ പറയുന്ന പേരുകൾ റിസൾട്ടിന് മുമ്പ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശൈലജ ടീച്ചർ കഴിഞ്ഞ് വന്നാൽ പിന്നെയുള്ളൊരു 3 പേരുകളുണ്ട്. ബാലഗോപാൽ, KN ബാലഗോപാൽ ഉണ്ട്, MP രാജേഷ് ഉണ്ട്, P രാജീവുണ്ട്. ഈ 3 പേരും തന്നെയാണെന്ന് തോന്നുന്നു ഈ CPM-ന്റെ ഈ ഒരു പാർലമെന്ററി, അല്ലെങ്കിൽ ഒരു CPM കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇനിയത്തെ കാലത്ത് CPM-നെ മുന്നിൽ നിന്ന് നയിക്കുന്ന സെക്കൻഡ് ജനറൽ ലീഡർ. അത് സഭയ്ക്ക് ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ തന്നെ ആയിരിക്കും. അപ്പം ഇവർ 3 പേരും ജയിക്കുകയാണെങ്കിൽ 3 പേരും ഒരാൾക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെയും പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പോൾ രാജീവിന്റെ ആണെങ്കിലും രാജേഷിന്റെ ആണെങ്കിലും എക്സിറ്റ് പോളുകൾ തള്ളിയിരിക്കുകയാണ്. അതായത് ഒരു ബലാബലം പോലും അല്ല, നേരിയ മുന്നേറ്റം ഇല്ല. അവര് UDF തന്നെ 2 സീറ്റുകളിൽ മുന്നേറും എന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവര് തോറ്റുപോവുകയാണെങ്കിൽ പിന്നെ ഉള്ളത് KN ബാലഗോപാലാണ്. KN ബാലഗോപാലിനും പല എക്സിറ്റ് പോളിലും കൊടുത്തിരിക്കുന്നത് നേരിയ മുന്നേറ്റം എന്നുള്ളതാണ്. പക്ഷെ ഐഷ പൂറ്റിയാണ് മത്സരിക്കുന്നത്. എന്ത് സംഭവിക്കാം അവിടെ നിന്ന് പറയാൻ പറ്റില്ല. അഥവാ KN ബാലഗോപാലും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോവുകയാണെങ്കിൽ എന്തായിരിക്കും ചോദ്യമാണ്. അതിപ്പം നമുക്ക് ഈ പറയുന്ന പേരൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു, ജനങ്ങൾ ഇയാൾ നല്ലൊരു പെർഫോമറാണ്, അതുകൊണ്ട് ഇയാൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഗൗരിയമ്മയുടെയൊക്കെ ചരിത്രം നമ്മൾ ഗൗരിയമ്മ മുഖ്യമന്ത്രി മനഃപൂർവ്വം ആക്കിയില്ല, നയനാരായെന്നൊക്കെ പറയുമ്പോഴൊക്കെ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന ഘടകം പാർട്ടിയുടെ ഈ കമ്മിറ്റികളിൽ, മേൽക്കമ്മിറ്റികളിൽ അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടല്ലോ. അതാണ് ഒരു രീതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക്. അല്ലാതെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് പോപ്പുലാരിറ്റി ഉണ്ടല്ലോ എന്ന് കണ്ടിട്ട് ഇയാളങ്ങ് മുഖ്യമന്ത്രി ആവട്ടെ, ഇയാളങ്ങ് പ്രതിപക്ഷ നേതാവട്ടെ, മന്ത്രി ആവട്ടെ എന്നൊന്നും പറയില്ല. അതായത് കോൺഗ്രസിലെ ഒരു കൾച്ചറല്ല CPM-നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ
ഓരോ പാർട്ടി ഘടകങ്ങളിൽ പിന്നെ മുൻനിരയിൽ നിൽക്കുന്നത് ആരാണോ അവരായിരിക്കും പിന്നീട് വരിക എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പം ഈ നമ്മൾ പേരാമ്പ്രയിലേക്ക് വരുമ്പോൾ ടി പി രാമകൃഷ്ണൻ അദ്ദേഹം LDF കൺവീനറും കൂടെയാണ്, മുൻ മന്ത്രിയായിരുന്നു, പാർട്ടിയുടെ ജില്ലാ മേൽഘടകങ്ങളുള്ള ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ രാമകൃഷ്ണൻ ഒരു ചോയ്സാണ്, സാധ്യതയാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ ആര് പ്രതിപക്ഷ നേതാവാകുന്ന ചോദ്യത്തിൽ ഈ പറയുന്ന നമ്മൾ ഈ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന പേരുകാരെല്ലാവരും തന്നെ വലിയ മത്സരങ്ങൾ നേരിടുകയാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അത് പിണറായി വിജയൻ തന്നെയാണ്. അപ്പം പിണറായി വിജയൻ അപ്പം അല്ലെങ്കിൽ ഈ നമ്മളീ പറഞ്ഞ പേരുകാരും തന്നെ പിന്നെ സഭയിൽ അംഗം ആകാതിരിക്കും. അതായത് അവർ പരാജയപ്പെടുകയും മറ്റാരും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ആയിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ കോട്ടയത്ത് നിന്നൊക്കെ ഉള്ള ആരെങ്കിലും അങ്ങനെയുള്ളവരാരെങ്കിലും നമ്മൾ അല്ല അതാണ് ഞാൻ എനിക്ക് തനിക്കും തോന്നുന്നില്ല. കാരണം ഞാൻ പറയാം, നമ്മളിപ്പം പ്രതിപക്ഷ നമ്മൾ ഈ നമ്മുടെ കേരളത്തിൻ്റെ ഈ 57 മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരുടെ പേരുകൾ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്ര പേരുകൾ നമ്മളൊരു VS പോകുന്നത്. ഒരു VS ആണ് പ്രതിപക്ഷ നേതാവ് എന്ന ഒരു സ്ഥാനത്തിന് ഒരു ജനകീയത ഉണ്ടാക്കിയിരിക്കുന്നത്, ഗ്ലോറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ ഒരു VS കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പേര് വാർത്തകൾ നിറയുകയും അല്ലെങ്കിൽ ചർച്ചയാവുകയും ചെയ്തത് VD സതീശനാണ്. ചെന്നിത്തല ആ കാര്യത്തിൽ പരാജിതനായിരുന്നു എന്ന് പറയും. ചെന്നിത്തല ഒരു പരാജയം. ചെന്നിത്തലയുടെ വെച്ചാൽ ഈ പ്രതിപക്ഷ, കാരണം ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രമല്ല ആരോപണങ്ങളും വെല്ലുവിളികളും നേരിടുക, പ്രതിപക്ഷ നേതാവിനും വരും. ഇപ്പൊ 2016 അല്ലെങ്കിൽ 2021 എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രമേശ് ചെന്നിത്തലക്കെതിരെ ഈ CPM അണികൾ സൈബർ അറ്റാക്കിംഗ് വരെ ഉണ്ടാകുമ്പോഴും പുള്ളിക്ക് അതിനെയൊന്നും നേരിടാൻ പറ്റാതെ പോയി. പുള്ളി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു മീഡിയയിൽ പോലും. അതിൽ വിജയിച്ചു. കാരണം മുഖ്യമന്ത്രിയെക്കാളും എന്തോ ഒരു ആരോപണങ്ങൾ വന്നു. ഇപ്പം സതീശന് കിട്ടിയതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ ചെന്നിത്തലയ്ക്ക് വന്നെങ്കിലും ചെന്നിത്തലയ്ക്ക് ഇത് മുതലാക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അതൊരു നമ്മൾ ട്രോളുമല്ലോ, ഈ സർവേകളിലൊക്കെ വരത്തില്ലേ പ്രതിപക്ഷ നേതാവിന് എത്ര മാർക്കുണ്ടെന്ന്. അല്ലെങ്കിൽ സതീശന് മാർക്ക് കിട്ടുമ്പോഴത്തേക്ക് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പക്ഷത്തെ നയിക്കുന്ന ഒരാളാണ്. അയാൾ സഭയിൽ കിടന്നിട്ട് ഒച്ചയെടുക്കുന്നതോ അല്ലെങ്കിൽ വാക്കൗട്ട് നടത്തുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ പെർഫോമൻസ് മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ നിറഞ്ഞിരിക്കും. ആ രീതിയിൽ സതീശൻ കേരളത്തിൽ മൊത്തത്തിൽ നിറഞ്ഞു നിന്ന് മൊത്തത്തിൽ ഈ എല്ലാം എടുത്തു. അതായത് ഈ ഞാൻ വനവാസത്തിന് പോകും, 100 സീറ്റ് കിട്ടും, അങ്ങനെ ആളെ വെല്ലുവിളികൾ സ്വയം പ്രസൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ അണികൾക്ക് ഒരു ആവേശം വന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടാവണം. അതായത് ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഈ പിണറായി സർക്കാർ തുടർച്ചയായിട്ട് ഭരിച്ചിരുന്ന ഒരു കാര്യം വ്യക്തമായി. കേരളത്തിൽ ഞാൻ മുമ്പ് ചിന്തിച്ചിരുന്ന പോലെ 5 വർഷം ഞങ്ങൾ ഭരിക്കട്ടെ, അല്ലെങ്കിൽ 5 വർഷം അവർ ഭരിച്ചു കഴിഞ്ഞാൽ അടുത്ത 5 വർഷം ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നാലും കുഴപ്പമില്ല. ആ ചിന്ത മാറി, ജനം ആദ്യം മാറി. മാത്രമല്ല BJP ഇവിടെ 3ാമൊരു മുന്നണി ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഈ ഭരണത്തിനപ്പുറം, അതായത് ഓപ്പോസിഷൻ ബെഞ്ചിൽ ഇരിക്കുന്നവർ നന്നായിട്ട് പണിയെടുക്കണം. ആ പണിയെടുപ്പിക്കാൻ അറിയാവുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ പറ്റും, സാഹചര്യം ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ CPM ഇപ്പൊ CPM ആയിരിക്കും അത് എടുക്കുക, അല്ലേ? അങ്ങനെയുള്ള ചാൻസ് സാധ്യതയില്ലല്ലോ. അപ്പം അതുകൊണ്ട് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഈ മുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് പറയാനായില്ല കേട്ടോ. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ചാൻസ് നമ്മൾ ആലോചിക്കണം, ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്. ഞാൻ വേറൊരു കാര്യം പറയും, നമ്മൾ കേരളത്തിലെ മാത്രം കാര്യങ്ങൾ നോക്കണ്ട. എനിക്ക് തോന്നുന്നു ഈ ദേശീയ തലത്തിൽ, അതായത് 29 എന്ന് പറഞ്ഞാൽ 2 വർഷം കഴിയുമ്പോഴത്തേക്കാണ്, 3 വർഷം 29 പാർലമെന്റ് ഇലക്ഷൻ വരുന്നത്. അതിന് മുമ്പ് കേന്ദ്ര സർക്കാർ BJP പലതും ചെയ്യാൻ സാധ്യതയുണ്ട്. അവരിപ്പോൾ ഈ ഡിലിമിറ്റേഷൻ ബില്ലിലൊക്കെ അവർ പിന്നോക്കം പോയെങ്കിലും അവർ തുടർച്ചയായി തിരിച്ചു വരും. കാരണം അവർ ആൾക്കാരെ പർച്ചേസ് ചെയ്യും, ജയിച്ചല്ലാതെയും ഇപ്പോൾ ആം ആദ്മി എന്നൊക്കെ പർച്ചേസ് ചെയ്തതുപോലെ ഇനി ബംഗാളിൽ ഒരു ഭരണം പിടിക്കുകയാണെന്നൊക്കെ വിചാരിക്കട്ടെ, തീർച്ചയായിട്ടും ആൾക്കാരെ കൊണ്ടുവന്ന് അവർ സ്ട്രെങ്ത് കൂട്ടി അവർ ഈ മണ്ഡല പുനർനിർണയം നടപ്പിലാക്കും. ചിലപ്പം ഈ പറയുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ
2029 ഈ നിയമസഭ തന്നെ പിരിഞ്ഞു വിടേണ്ടി വരും. അപ്പോൾ ഈ കേരളമൊക്കെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങൾക്കെതിരെ മുന്നിൽ നിന്ന് പരപൊരുതുന്ന ഒരു സംസ്ഥാനമാണല്ലോ. അപ്പം അവിടെ ഒരു മുഖ്യമന്ത്രി മാത്രം അല്ലെങ്കിൽ ഒരു ഭരണപക്ഷം മാത്രം പോരാ, പ്രതിപക്ഷത്തിനും വലിയ റോളുണ്ട്. അപ്പോൾ അതിനെ ലീഡ് ചെയ്യാനും കൂടെ ശേഷിയും കഴിവുള്ള ഒരു നേതാവ് പ്രതിപക്ഷത്തേക്ക് വരണം. മാത്രമല്ല അയാൾക്ക് ദേശീയ രാഷ്ട്രീയം കൂടി പരിചിതമായിരിക്കണം. അതുകൊണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ പോലെ പിണറായി അല്ലെങ്കിൽ ശൈലജ ടീച്ചർ അല്ലെങ്കിൽ ഈ രാജേഷ്, രാജീവ്, ബാലഗോപാൽ ത്രയത്തിലേക്ക് ഞാൻ പോയത്. പക്ഷെ തന്നെ പറഞ്ഞ പോലെ ഈ കേരളത്തിലൊരു ശക്തനായ പ്രതിപക്ഷ നേതാവ് വേണം എന്നൊരു ചിന്തയിൽ ഏതെങ്കിലും ഈ 3 മണ്ഡലങ്ങളിലെ ജനങ്ങൾ ചിന്തിക്കാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ടിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവർ ചിന്തിക്കണം, UDF അധികാരത്തിൽ വന്നോട്ടെ, പക്ഷെ നമുക്കൊരു ശക്തമായ പ്രതിപക്ഷ നേതാവ് വേണമല്ലോ, അതുകൊണ്ട് രാജീവ് ജയിക്കണം, അല്ലെങ്കിൽ രാജേഷ് ജയിക്കണം, അല്ലെങ്കിൽ ബാലഗോപാൽ ജയിക്കണം എന്നുള്ളത് കളമശ്ശേരിയിലെയോ തൃത്താലയിലെയോ ഏറ്റവും എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുന്ന ഒരു സാധ്യത കുറിച്ച് രാജേഷ് പറഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ അങ്ങനെ വന്നാലും തിരിച്ച് പ്രതിപക്ഷ നേതാവ് ആരോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. കാരണം രാസാദീശൻ വനവാസത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ ആരത് നോക്കിയാൽ മതി. ചില ആൾക്കാരുണ്ട്, അവരത് ചെയ്യും. തിരിച്ച് ആണ് ഒരു പ്രശ്നം. സത്യത്തിൽ ഇനി UDF മുഖ്യമന്ത്രി ആരെന്നുള്ളതിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. LDF വന്നാൽ ആര് പ്രതിപക്ഷ നേതാവോ എന്നുള്ളതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ ദേശീയ രാഷ്ട്രീയത്തിനെ ഭയക്കുന്ന ഒരാളാണ്. അതുകൊണ്ടിട്ട് ഞാൻ പറയുന്നത് കേരളത്തിന് ശക്തനായിട്ടൊരു മുഖ്യമന്ത്രി വേണം, അതായത് സ്ട്രോങ് ആയിട്ടുള്ള മുഖ്യമന്ത്രി വേണം. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. അതെ, മെയ് 4 വരെയും ഈ കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ ചർച്ച വരും. എന്തായാലും ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഞാൻ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള നല്ല ഭാവിയിലേക്ക് ചിന്തിക്കുന്ന ഒരാളായത് കൊണ്ടിട്ട് ഞാനൊരു നല്ല പ്രതിപക്ഷ നേതാവിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല പ്രതിപക്ഷ നേതാവ് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും.